താമരശ്ശേരി ചുരത്തിൽ വിനോദയാത്രാ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. അപ്പോൾ കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേതൻ സാജൻ ചേരുന്നുണ്ട്. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിഷ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട 5 പേർ നേരത്തെ തന്നെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ചേളന്നൂർ നിവാസികളായ കല്യാണ സംഘത്തിന് നേരെയാണ് അവർ സഞ്ചരിച്ച ബസ് പിന്തുടർന്ന് പോയി ഈ യുവാക്കൾ അക്രമമുണ്ടാക്കുകയായിരുന്നു, അസഭ്യം പറയുകയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. എന്താണ് എക്സാക്റ്റ് സംഭവിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? വിൻഷ, താമരശ്ശേരി ചുരം 3-ാം വളവിൽ വെച്ചാണ് ഈ സംഭവം 2 ദിവസം മുമ്പ് ഉണ്ടാവുന്നത്. 42 അംഗ ടൂറിസ്റ്റ് ബസ് സഞ്ചരിക്കുന്ന ബസ്സിനെ ഒരുപറ്റ 5 പേരടങ്ങുന്ന സംഘം, കാറിൽ വന്ന സംഘം ആക്രമിക്കുകയായിരുന്നു. ഇവരെ വഴിയിൽ തടഞ്ഞു വെക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ നിലവിൽ 5 പേർക്കെതിരെയാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 4 പേർ ഇപ്പോൾ ഓൾറെഡി റിമാൻഡിലായിട്ടുണ്ട്. അജ്മൽ, ഷാജഹാൻ, ആഷിഖ്, അബ്ദുൾ റസാഖ് എന്നിവരാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ശേഷിക്കുന്ന ഒരു പ്രതിയുണ്ട്. ഇയാളുടെ വിവരം, ഐഡന്റിറ്റി സംബന്ധിച്ച കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് വിവരം പങ്കുവച്ചില്ല എന്നതാണ് ശരി. ഇയാൾക്കായിട്ടുള്ള തെരച്ചിലാണ് താമരശ്ശേരി പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. അതായത് ഒരു കാറും ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ ഒരസ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ വലിയൊരു അക്രമ സംഭവത്തിലേക്ക് വഴിതെളിച്ചത് എന്നാണ് യാത്രക്കാർ പരാതിപ്പെടുന്നത്. താമരശ്ശേരി ചുരത്തിൽ വെച്ച് ഈ ടൂറിസ്റ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്യുകയും ഡ്രൈവറെയും യാത്രക്കാർ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രാ സംഘത്തിന് നേരെ അസഭ്യം വിളിക്കുകയും ബസ്സിലെ യാത്രക്കാരൻ്റെ ഒരാളുടെ മുണ്ട് പറിക്കുകയും കുട്ടികളെ കാൽ പിടിച്ചു വിൽക്കുകയും ഒപ്പം തന്നെ ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതാണ് താമരശ്ശേരി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പിന്നീട് പോലീസൊക്കെ ഇടപെട്ട് ആ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കുന്ന കാഴ്ചയും ഉണ്ടായി. ഏതായാലും ഇപ്പോൾ 5 പേർക്കെതിരെയാണ് താമരശ്ശേരി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ശേഷിക്കുന്ന ഒരു പ്രതിക്കായി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വിനിഷ. ശരി, ചേതൻ സാജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. താമരശ്ശേരി വിനോദയാത്രാ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട 4 പേർ ഓൾറെഡി ഇതിനോടകം തന്നെ പോലീസിന്റെ കസ്റ്റഡി പിടിയിലായിട്ടുണ്ട്. ശേഷിക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണമാണ് പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്.